ഓൾ ഐസ് ഓൺ റഫ, എല്ലാ കണ്ണുകളും റഫയിലേക്ക്. AI ജനറേറ്റ് ചെയ്ത ഒരു ഇമേജും കാച്ചി വേർഡും ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വന്നിരിക്കുകയാണ്. ലോക മനസാക്ഷിയെ ഉണർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൈറലായത് റഫയുടെ ദുസ്ഥിതി വിവരിക്കുന്ന ഈ ഇമേജാണ്. 40 മില്യൺ ടൈമാണ് ഇൻസ്റ്റയിൽ മാത്രം ഈ ഇമേജും സ്റ്റോറിയും ഷെയർ ചെയ്യപ്പെട്ടത്. വളരെ ദാരുണമായ അവസ്ഥയിൽ കഴിയുന്ന റഫയുടെ എല്ലാ സംഘർഷങ്ങളും ആ ചിത്രത്തിലുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ആക്രമണം, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ആക്രമണം ഫലസ്തീനിൽ ആരംഭിച്ചത് മുതൽ വംശഹത്യയുടെ ഘട്ടത്തിലേക്ക് അത് കടന്നപ്പോൾ ഇൻ്റർനാഷണൽ കോടതി പോലും ഇസ്രായേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിലും ആ പലായനം ചെയ്ത മുഴുവൻ മനുഷ്യരും ഈജിപ്തിൻ്റെ അതിർത്തിയായ റഫയിൽ ഒരു മനുഷ്യവാസത്തിൻ്റെ തുരുത്തായി തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ആ ഒരു പ്രതീക്ഷയിൽ മാത്രം ടെൻറ്റുകളിൽ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ കഴിയുമ്പോൾ ആ ടെൻറ്റുകളിലേക്കും ബോംബ് വർഷം നടത്തി പുതിയ ഒരു യുദ്ധമുഖം ഇസ്രായേലും നെതന്യാഹുവും ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നും ആട്ടി ഓടിക്കപ്പെട്ട, ജീവനും കൊണ്ടോടിയ മനുഷ്യർ നിസ്സഹായാവസ്ഥയിൽ ഒരു ടെൻറ്റുകളിൽ കഴിയുമ്പോൾ അനേകായിരം മനുഷ്യർ അവിടെ കഴിയുമ്പോൾ അവർക്കു മീതെ വീണ്ടും ബോംബ് വർഷിച്ചുകൊണ്ട് ആളുകളെ കൊന്നൊടുക്കുമ്പോൾ ഓൾ ഐസ് ഓൺ റഫ, ലോകത്തിൻ്റെ മുഴുവൻ കണ്ണുകളും റഫയുടെ മേൽ പതിക്കട്ടെ. എന്താണ് റഫായിൽ സംഭവിക്കാൻ പോകുന്നത്? മനുഷ്യർ അങ്ങേയറ്റം ദുസ്ഥിതിയിൽ, വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, മരുന്നില്ലാതെ, ജീവൻ്റെ സുരക്ഷിതത്വം മാത്രം ആഗ്രഹിച്ചുകൊണ്ട്, ആയുസ് ദൈർഘ്യം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ കഴിയുമ്പോൾ ആ നിസ്സഹായരായ മനുഷ്യർക്ക് മുകളിലും ബോംബ് വർഷിച്ച് യുദ്ധത്തിന് കിരാതമായ വംശഹത്യയുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രീതിയിലേക്ക് യുദ്ധം മറ്റൊരു രീതിയിലേക്ക് മാറ്റുകയാണ് ബെഞ്ചമിൻ നെതന്യാഹുവും ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ഇമേജ് ലോകത്തിൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. ക്യാമ്പുകളിൽ കഴിയുന്ന, ടെൻറ്റുകളിൽ കഴിയുന്ന മനുഷ്യർ ബോംബ് വർഷിക്കുമ്പോൾ അവരുടെ ജീവൻ, ഫലസ്തീനിലെ അവസാനത്തെ മനുഷ്യരെയും അവരുടെ മണ്ണിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ശ്രമിക്കുകയാണ്. ഫലസ്തീനിലെ ഓരോ തരി മണ്ണും കീഴടക്കി അവസാനത്തെ ഫലസ്തീനിയെയും ആ നാട്ടിൽ നിന്ന് തുരത്തുകയും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവരെ കൊല്ലുകയും ചെയ്യുക എന്ന ഏറ്റവും ഭീകരമായ ആശയമാണ്, വംശഹത്യയാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫലസ്തീനിൻ്റെ ഉന്മൂലനാശം വരുത്തുന്നത് വരെ യുദ്ധവെറിയുമായി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ഫലസ്തീനിൻ്റെ മുകളിൽ, റഫയുടെ മുകളിൽ ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ലോകത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും റഫയിലേക്ക് തിരിയട്ടെ എന്ന അർത്ഥത്തിൽ ഒരു AI ക്രിയേറ്റ് ചെയ്ത ഇമേജ് എല്ലാ ഭാഗത്തും പ്രചരിപ്പിക്കപ്പെടുന്നത്. വലിയ മനുഷ്യാവകാശത്തിൽ വിശ്വസിക്കുന്ന, മാനവരാശിയിൽ വിശ്വസിക്കുന്ന, മാനവികതയിൽ വിശ്വസിക്കുന്ന മുഴുവനും മനുഷ്യരും ആ ചിത്രം ഷെയർ ചെയ്യുകയുണ്ടായി. ഹോളിവുഡിൽ നിന്ന്, ബോളിവുഡിൽ നിന്ന് സാധാരണക്കാരായ നിരവധി ആളുകൾ ആ ഇമേജ് ഷെയർ ചെയ്യുകയുണ്ടായി. ജീവിതത്തിൻ്റെ വ്യത്യസ്ത തുറകളിൽപ്പെട്ട പലരും ഫലസ്തീനിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മനുഷ്യ കുരുതിക്കെതിരെ, വംശഹത്യക്കെതിരെ, കൂട്ടമായ ആക്രമണത്തിനെതിരെ, ഏകപക്ഷീയമായ വംശഹത്യക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും പാടില്ല, എല്ലാ കണ്ണുകളും റഫയുടെ മുകളിൽ എന്ന ആ സന്ദേശം പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബോളിവുഡിലെ വരുൺ ധവാനും പ്രിയങ്ക ചോപ്രയും ആലിയ ഭട്ട് കപൂറും ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഷെയർ ചെയ്യുകയുണ്ട്. ഇസ്രായേലിനെ ലോകത്തിൻ്റെ മുമ്പിൽ ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം വൈറലായി മാറിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലെ BJPയും RSSും നരേന്ദ്രമോദിയുടെ അനുയായികളും എപ്പോഴും ഇസ്രായേലിനൊപ്പമാണ്, മനുഷ്യ കൂട്ടക്കുരുതിക്കൊപ്പമാണ്. ഇന്ത്യയിലെ ക്രിക്കറ്ററായ രോഹിത് ശർമ്മയുടെ ഭാര്യ ഋതിക സജ്ദ അവരുടെ ഇൻസ്റ്റയിൽ ഈ സ്റ്റോറി ഷെയർ ചെയ്തപ്പോൾ സംഘപരിവാർ ശക്തികൾ വലതുപക്ഷ പ്രൊഫൈലുകളിൽ നിന്ന് അവരെ കൂട്ടമായി
ആക്രമിക്കുകയും സൈബർ ബുള്ളിയിങ്ങിന് വിധേയമാക്കുകയും ചെയ്തു. കൂട്ടമായി അവരെ ആക്രമിച്ചുകൊണ്ട് ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് അവർ കശ്മീരിലെ പണ്ഡിറ്റുകളെ കുറിച്ച് സംസാരിക്കാത്തത്? എപ്പോഴെങ്കിലും അവർ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ നടത്തുന്ന പ്രത്യേക വിഭാഗം നടത്തുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അവർ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഹിന്ദു പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റിയെക്കുറിച്ച് അവർ എപ്പോഴെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഇങ്ങനെ വാട്ട് അബൌട്ടറി തിയറിയുമായി സംഘപരിവാർ ശക്തികൾ ഫലസ്തീനിലെ മനുഷ്യർ കൊല്ലപ്പെടട്ടെ, അവിടെയുള്ളവരെ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുമ്പോൾ സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും കൈകൊട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് നരേന്ദ്രമോദിയുടെ അനുയായികൾ, BJPക്കാർ, ഹിന്ദുത്വ ഫാഷിസ്റ്റ് ശക്തികൾ. അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കിയപ്പോൾ ആ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ എങ്ങനെ കൊന്നൊടുക്കാം, അതാണ് വിചാരധാര ചർച്ച ചെയ്യുന്നത്. ഹിറ്റ്ലറുടെ കാലത്ത് ജീവിച്ച നരേന്ദ്രമോദിയുടെ മുൻഗാമികൾ, BJPയുടെ മുൻഗാമികൾ, അവർ ഹിറ്റ്ലറെ പോലെ വേഷം ധരിച്ചിരുന്നു, ഹിറ്റ്ലറെ പോലെ ഡ്രസ്സുകൾ ധരിച്ചിരുന്നു, ഹിറ്റ്ലറെ പോലെ പെരുമാറിയിരുന്നു. ഹിറ്റ്ലർ അവരുടെ മാതൃകാ പുരുഷനായിരുന്നു. BJPയുടെയും RSSന്റെയും സംഘപരിവാറിൻ്റെയും നരേന്ദ്രമോദിയുടെയും ആദർശ പുരുഷനായിരുന്നു ഹിറ്റ്ലർ. ഗോഡ്സെയുടെയും ഏറ്റവും ആരാധ്യ പുരുഷനായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നപ്പോൾ സംഘപരിവാർ വളരെ ശക്തമായി ഹിറ്റ്ലറോടൊപ്പം കൂടുകയും ജൂതന്മാരെ കൊല്ലുന്ന ഹിറ്റ്ലർക്ക് പിന്തുണ പരസ്യമായി പ്രഖ്യാപിക്കുകയും ആ ഹിറ്റ്ലറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വിചാരധാര എന്ന് പറയുന്ന ബഞ്ച് ഓഫ് തോട്ട്സ് എഴുതുകയും ചെയ്ത ആ സംഘപരിവാറിൽ നിന്നും ഇത്തരം ഒരു സമീപനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അവർ അത് ചെയ്തില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അന്ന് ജൂതന്മാരെ കൊല്ലുമ്പോൾ ഹിറ്റ്ലർക്കൊപ്പം കൂടിയ BJPയും RSSും സംഘപരിവാർ ശക്തികളും ഇന്ന് ഇസ്രായേലിനൊപ്പമാണ്, ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമാണ്. ലോകത്ത് എവിടെയൊക്കെ വംശഹത്യ നടക്കുന്നുവോ ആ വംശഹത്യക്കൊപ്പമാണ് BJPയും RSSും സംഘപരിവാർ ശക്തികളും. കൂട്ടമായ ആക്രമണം ഋതികക്കെതിരെ ഉയർത്തുകയും അവർ അവസാനം ആക്രമണം സഹിക്കവയ്യാതെ തൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് ആ സ്റ്റോറി പിൻവലിക്കുകയും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് സംഘപരിവാർ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.